ഡിറ്റക്റ്റീവ് ക്രാംവെൽ, ഗുഡ് മോർണിംഗ്. എനിക്കത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല. ഇവിടെ എന്താ സംഭവിച്ചേ? മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്. അത് ആരുടെ കൂടെയാണെന്ന് അറിയില്ല, എല്ലാവരും മരിച്ചുപോയി. മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്. ഇത് ആരുടെ വെയർ ഹൗസ് ആണെന്ന് അറിയോ എനിക്ക്? അതെ സാർ, അറിയാം. നീ ഉള്ളിൽ കയറി നോക്കിയോ? ഇല്ല സാർ, ഞാൻ ബാക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിന്നൊക്കെ ആരാ പോലീസിലെടുത്തേ? എൻ്റെ ദൈവമേ, ആരെയും വിട്ടിട്ടില്ലല്ലോ. എല്ലാവരെയും തട്ടിയിട്ടുണ്ട്. 1 2 നമ്മളത് എണ്ണാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് വന്നത്? സാർ 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 ഇവിടെ എന്തായാലും ഒരു 28 പേര് മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കാപ്പച്ചീനോൻ്റെ ആൾക്കാരാ. അറിയാം. വേറെ ഏതോ ഗുണ്ടകളുടെ കൂടെ അടിയുണ്ടാക്കിയതായിരിക്കും. ആയിരിക്കില്ല. ക്യാപ്പച്ചീനോൻ്റെ ആൾക്കാർ മണ്ടന്മാരായിരിക്കാം, പക്ഷെ അവർക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ എന്തായാലും അറിയാം. അതുമല്ലാതെ അവരല്ലാതെ വേറെ ആരും ഇവിടെ കിടക്കുന്നില്ല. ഇത് വേറെ എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത് നമുക്ക് വലിയൊരു തലവേദനയായി മാറാൻ ചാൻസ് ഉണ്ട് സാറേ. എനിക്ക് ഇതത്ര തലവേദനയായി തോന്നുന്നില്ല. ഡിറ്റക്റ്റീവ് ക്രാംവെൽ, ഇതൊന്ന് വന്ന് നോക്കിയേ. ഇങ്ങോട്ട് വന്നേ. This bullet casing is the property of Killer Pain. This bullet is meant for someone else. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ മനസ്സിലായേ? ഈ പറയണവനിക്ക് ഒരു ബോസ് ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഇതാരാ വന്നത്? പേടിക്കവനെ. നിക്കവിടെ. ഇത് പോലീസാണ്, അവിടെ തന്നെ നിൽക്ക. അത് ബാഡായി. വണ്ടിന്ന് വെളിയിലിറങ്ങ് ഇപ്പൊ തന്നെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. പ്ലീസ് ഓഫീസർ, എന്നെ കൊല്ലല്ലേ. പുറത്തിറങ്ങടാ. വാഗൻ, എനിക്കറിയില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടാകുന്ന ഡിറ്റക്റ്റീവ് ക്രാംവെൽ. നീ എന്താ ഇവിടെ ചെയ്യുന്നത് വാഗൻ? എന്തൊക്കെയോ എന്റെ വെയർ ഹൗസിൽ നടന്നു എന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ, അല്ലേ? നിന്റെ അല്ലല്ലോ, ക്യാപ്പച്ചിനോന്റെ അല്ലേ പ്രോപ്പർട്ടി. ക്യാപ്പച്ചീനോ ഈ പ്രോപ്പർട്ടി എനിക്ക് എഴുതി തന്നാലോ? എല്ലാ പാവം ക്യാപ്പച്ചീനോന്റെ തലയിലിടല്ലേ ക്രാം. ഇതൊക്കെ കോടതി പോയി പറഞ്ഞാൽ മതി. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? എന്തിനാ സാറേ? ഈ വണ്ടി എടുത്ത് റോഡിന് നടുവിട്ടതോ? കാരണം ഇത് തന്നെ. ഇവനെയൊക്കെ കൊന്നത് നീ തന്നെയാണെങ്കിലോ? ഞാൻ ആരെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീയൊന്നും എന്റെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞു നിൽക്കില്ല, കേട്ടോടാ. ആണോ? ഇത് വെച്ചിട്ട് ഞാനൊരു പ്രയോഗം കാണിച്ചു തരാം. കുട്ടികളെ വഴക്ക് കൂടി തീർന്നോ? ഇവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് എന്റെ മനസ്സ് പറയുന്നേ. എന്നെ തൂക്കിയെടുത്ത് അകത്തിടുന്നതിന് പകരം നീ ഇവിടെ എന്താണ് നടന്നതെന്നൊന്ന് വിശദമായി അന്വേഷിക്കുക. അതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യാ ക്രാംവെൽ. അവനെ വിട്ടേക്ക്. എന്ത്? അവനെ വിട്ടേക്കാൻ. വലിയ രാജാവെന്ന് വിചാരം. എന്റെ ഗണ്ണൊന്നും എടുത്തു തരുമോ? നന്ദിയുണ്ടേ.
എന്തായാലും വാഗൻ, നീ പറഞ്ഞ എന്തായാലും സത്യം തന്നെ. നിന്നെ തൂക്കിയെടുത്തിട്ടിട്ട് നിന്റെ മേലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് പകരം ഈ വെയർ ഹൗസിൽ അരിച്ചു പെറുക്കി കഴിഞ്ഞാൽ അവനെ കിട്ടും. അങ്ങനെ അവനെ തൂക്കിക്കഴിഞ്ഞാൽ തന്നെ അവൻ നിസ്സാരക്കാരനും അല്ല. എനിക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, നിന്റെ വണ്ടി റോഡിൻ്റെ നടുവിലിട്ടിരിക്കുന്നത് വേഗം എടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ അത് തൂക്കി വെക്കും. പിന്നെ വാഗൻ എന്നാ. എന്തൊക്കെയാണെങ്കിലും ഞാൻ മാത്രമല്ല നിന്റെ ബോസിൻ്റെ പുറകെ ഉള്ളത്. ഷൂട്ടൗട്ട് നടത്തിയ എന്തായാലും ക്യാപ്പച്ചീനോന്റെ എതിരാളികൾ തന്നെയായിരിക്കും അല്ലേ? ക്രാംബോ, സോറി, ഡിറ്റക്റ്റീവ് ക്രാംബോ. ആരടാ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ? ഇത് എനിക്ക് അടുത്ത പണിക്കുള്ള വല്ല ഗോളും ആണോ? ഇതാരാ? പുതിയൊരാളോ? തേങ്ങ ഫ്ലോ അങ്ങ് പോയി. കുഴപ്പമില്ല. ഇത് കില്ലർ ബീനാണ്. കില്ലർ ബീൻ, നീ എന്തായി കാണിക്കുന്നത്? ഇന്നലെ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? ഞാനൊന്നും അറിയില്ല എന്നാണ് നിന്റെ വിചാരം? രാത്രി ഉറക്കം കിട്ടിയില്ല, അത്ര തന്നെ. ഞങ്ങൾക്കറിയാം നീ എന്താണ് അവിടെ ചെയ്തതെന്ന്. രാത്രി വെയർ ഹൗസിൽ പോവാ, അവിടുത്തെ ഉള്ള ഗ്യാങ്ങുകളെ മൊത്തം അടിച്ചിടുക. ഇതൊക്കെ എന്താണിത്? ഞങ്ങൾ തരുന്ന ടാർഗറ്റിന് മാത്രമാണ് നീ അടിച്ചിടുന്നത്, അല്ലാതെ വേറെ ആരെയും അല്ല. എത്ര വട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ വലിയ കാര്യം എന്താ? ഞാൻ കൊന്നത് ഫുള്ള് ഗാങ്സ്റ്ററിനെയാ, അല്ലാതെ വേറെ ആരെയും അല്ല. ബീൻ ടൗണത്തെ പോലീസുകാർക്ക് ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാവും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എക്സ്ക്യൂസ് പറയില്ല കില്ലർ ബീൻ. പിന്നെ വേറൊരു കാര്യം, ബീൻ ടൗണത്തെ പോലീസുകാർക്കല്ല നീ സേവനം ചെയ്യുന്നത്, ഞങ്ങൾക്കാണ്. ഞാൻ ജോലി പൂർത്തിയാക്കിയിട്ടേ ഇറങ്ങുള്ളൂ, പേടിക്കണ്ട. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ടാർഗറ്റ് ആരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ കില്ലർ ബീൻ? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്നാ പിന്നെ വേഗം ചെയ്യേ, ഇങ്ങനെ ഉച്ചനെ പോലെ എഴുതിക്കൊണ്ടിരിക്കാതെ. എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് വിളിച്ചേക്കാം. കൊച്ചിനെ പോലെ എഴേ. ഇയാൾക്ക് ഈ കൗണ്ടറൊക്കെ എവിടെ നിന്ന് പെട്ടെന്ന് കിട്ടുന്നേ? പണി തുടങ്ങാനുള്ള സമയമായി. ചെക്ക് ബീൻ, എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അർജന്റ് മെഷീൻ ആക്ടിവേറ്റ് ആയിരിക്കണം. നീ ബീൻ ടൗണിലേക്ക് വാ. ബീൻ ടൗണോ? ഞാനിപ്പോ ചൈനയിലാണ്. ഈ മെഷീൻ
വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മെഷീൻ കുറച്ച് കഠിനമാണ്. എനിക്ക് മാത്രമേ ഈ മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. സോപ്പിട്ട് തീർന്നു അല്ലേ? ശരി, ഞാൻ ചെയ്തേക്കാം. ഗുഡ്. ഞാൻ ബീൻ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷനൊക്കെ അയച്ചേക്കാം. പിന്നെ ലൊക്കേഷനും. ബീൻ ടൗണിൽ വെച്ച് കാണാം. നല്ല ഭക്ഷണം വല്ലതും കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു ബീൻ ടൗണിൽ. നീ പോവാണോ? പുറകേന്ന് വിളിച്ചു. അതെ. എത്ര നാള് കഴിഞ്ഞിട്ടാ നീ ഇനി തിരിച്ചു വരിക? ഒരു 2 മാസമൊക്കെ എടുക്കും. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ അത് തന്നയക്കാം കേട്ടോ. അവിടെ നിൽക്ക്. ഇത്രക്കൊക്കെ സ്നേഹം. തന്നെ കഴിവേറിന മോനെ, ഇത് നോക്ക്. നീ 2 മാസമായിട്ട് ബില്ല് കെട്ടിയിട്ടില്ല കഴിച്ചതിന്റെ. ഞാനിപ്പോ പോവുകയാണല്ലോ. ഞാൻ തിരിച്ചു വന്ന ഉടനെ കെട്ടിക്കോളാം ബില്ല്, കേട്ടോ? നീ തിരിച്ചു വന്നിട്ട് ഈ ബില്ല് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങോട്ട് വാ. അവൻ പറയാ നിന്റെ ഭക്ഷണം തിന്നാൻ കൊള്ളത്തില്ലാന്ന്, തിന്നുമ്പോ ഛർദിക്കാൻ പറ്റുമെന്ന്. പോയി അവന്റെ മോന്ത അടിച്ച് പൊളിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ട് ബില്ല് കെട്ടാന്ന്.